ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിലവിളക്ക് കത്തിച്ചു കൊടുത്ത് കുട്ടീനെ സ്വീകരിക്കും കിച്ചുവിനെയും. കേട്ടപ്പോ ഹാപ്പി ആയോ? കറക്റ്റ് അല്ലേ? അവന്റെ ഒരു സന്തോഷം ഇവിടെ തുള്ളി. ഇന്നലെ അമ്മ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അമ്മ പറയുന്നിട്ട് ഇവൻ വരുന്നെന്ന് പറഞ്ഞപ്പോ തുള്ളിച്ചാട് വരെ ചെറുക്കൻ. സുധിച്ചേട്ടനോട് സഹകരിച്ചോ? എനിക്ക് സുധിച്ചേട്ടനോട് സഹകരിക്കാൻ സുധിച്ചേട്ടനില്ലല്ലോ. ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തിനാണ് സോഷ്യൽ മീഡിയ കാണിക്കുന്ന അമ്മയും മോനും നമ്മൾ എന്തിനാണ് കാണിക്കുന്നത്? എനിക്ക് ആവശ്യമില്ലല്ലോ. ഋതുകുട്ടൻ ഇതുപോലെ എന്താ പറയാ കിച്ചനെ മാറി നിൽക്കുന്നതിന്റെ വിഷമമുണ്ടോ? ജീവനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കാരണം കിച്ചു പഠിച്ചു കഴിഞ്ഞ് അവധിക്ക് വരുമ്പോഴേ ഇവിടെ വീട്ടിൽ വരുമ്പം അവന്റെ ഒരു സന്തോഷം ഇവിടെ തുള്ളി. ഇന്നലെ അമ്മ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അമ്മ പറയുന്നിട്ട് ഇവൻ വരുന്നെന്ന് പറഞ്ഞപ്പോ തുള്ളിച്ചാട് വരെ ചെറുക്കൻ. കിച്ചു ചേട്ടൻ അതുപോലെ തന്നെ ഇവനും അങ്ങനെ തന്നെ. അവര് രണ്ടുപേരിലേ ഉള്ളു സഹോദരങ്ങൾ. അവർക്ക് ജീവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ സങ്കടമുണ്ട്. അവൻ ഈ ചേച്ചിയുടെ മക്കളൊക്കെ ആയിട്ട് കൂട്ടാണ്. ഇവര് ഏജ് ഡിഫറെന്റ് ആണല്ലോ. ഒരു 15 വയസ്സിനോ 14 വയസ്സിനോ മൂത്താണ് കിച്ചു. അപ്പൊ ഏജ് ഡിഫറെന്റ് ആയതുകൊണ്ട് പിന്നെ ഈ പിള്ളേർ ഇവിടെ ഉള്ളതുകൊണ്ട് അവനങ്ങനെ ഫീലിങ്സ് ഇല്ല. എന്നാലും കുഞ്ഞല്ലേ, ഇടയ്ക്ക് വിളിക്കും ഇവര് സംസാരിക്കുമ്പോഴൊക്കെ പറയും കിച്ചു ചേട്ടൻ എന്നാ വരുന്നേ എന്നൊക്കെ ചോദിക്കും. കിച്ചേട്ടാന്ന് തന്നെ വിളിക്കല് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ ശേഷം കൊല്ലത്തെ ഫാമിലിയായിട്ട് എങ്ങനെയാ ഋതു എങ്ങനെയാ അടുപ്പം? അവനെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാനിപ്പൊ ഈ ഇന്നലെയാണ് പിന്നെ ചേട്ടത്തിയോട് പറഞ്ഞ എടുത്തി ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയാം അങ്ങോട്ട് വരണം കാണും. അപ്പൊ എടുത്തിനോട് എന്റെ പൊന്നിനോട് ഞങ്ങൾക്ക് അവനെ കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ജോലി തിരക്ക്, എല്ലാവരും ഉദ്യോഗസ്ഥരാണ് അവര്. ഇപ്പൊ അമ്മയ്ക്കാണ് ഒറ്റയ്ക്ക് വരാൻ പറ്റും, അമ്മയ്ക്ക് വയ്യാത്താണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണു എങ്ങനെയാണെങ്കിലും ഞങ്ങൾ അവിടെ വന്ന് കുഞ്ഞിനെ കാണും. ഇന്നലെ ഇപ്പൊ മോന്റെ അടുത്ത് കുഞ്ഞിനുള്ള ഡ്രസ്സെല്ലാം കൊടുത്ത് വിട്ടേക്കുന്നു. ഇപ്പൊ എന്നോട് ഇപ്പൊ മെസ്സേജ് അയച്ചതുള്ളൂ കിട്ടിയോ? ഞാൻ പറഞ്ഞ കിട്ടിയെടുത്തി എല്ലാവരും ഭാഗമാണ് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് കുറെ ദിവസമായി മേടിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇരിക്കണമെന്ന് പറഞ്ഞു. എല്ലാം നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ എന്തുണ്ടെങ്കിലും പറയും കേട്ടോ. അടുത്തടുത്ത് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഒരു സിനിമ ചെയ്യാനുള്ള അടുത്ത് ഞാനിവിടെ ലൊക്കേഷനിലാണ്, ഇന്ന പോലൊക്കെയാണ് ഇന്ന വേഷം, നന്നായിട്ട് വരട്ടെ വേണം, എല്ലാം നന്നായിട്ട് വരട്ടെ എന്നേ പറയത്തുള്ളൂ. ഇപ്പൊ അണ്ണനോടാണ് ഞാനൊരു നാടകത്തിന് പോയപ്പോ, അണ്ണൻ എന്ന് പറഞ്ഞാൽ സുചേട്ടന്റെ ചേട്ടൻ, അണ്ണൻ എന്നാണ് ഞാൻ വിളിക്കണത് സുചേട്ടൻ. അപ്പം കഴിഞ്ഞ ദിവസം ഒരു നാടകത്തിന് പോയപ്പോ ഒരു കൂട്ടുകാരനെ കണ്ട് സുചേട്ടന്റെ ചേട്ടനെ. അപ്പൊ എന്നോട് ഓടി വന്നിട്ട് സുനിലിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പൊ വിളിച്ചു തരാന്ന്. ഞാൻ അന്നേരം വിളിച്ചിട്ട് അണ്ണ രേണു പറ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നാടകത്തിന് ആണോ, നന്നായിട്ട് പോകുന്നത്, നന്നായിട്ട് കൂട്ടുകാരൻ്റെ കൊടുത്തു. അപ്പം അണ്ണൻ പറയുന്നത് എനിക്ക് 9 മണി കഴിഞ്ഞാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ, കൊല്ലത്തായിരുന്നു നാടകം, അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടേനെ എന്ന് പറയുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ പറയുന്ന മനുഷ്യർ പറയുന്നതൊന്നും ഒന്നുമല്ല സത്യങ്ങൾ. അപ്പം കിച്ചുവിന്റെ വിദ്യാഭ്യാസത്തിനുള്ള ആ ഒരു ചെലവൊക്കെ ആരാ? അമ്മയുടെ ഫ്ലവേഴ്സ് ആണല്ലോ, അത് അറിയാവുന്നതാണല്ലോ. ഫ്ലവേഴ്സ് ആണ് അവനെ പഠിപ്പിക്കുന്നത്. അതെ, ഫ്ലവേഴ്സ് ആണ് അവന് അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. ഒരുപാട് താങ്ക്സ് കേട്ടോ ഫ്ലവേഴ്സിനൊക്കെ, ഒരുപാട് താങ്ക്സ്. കാരണം നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ, ഇത്രയും വലിയ ഒരു വിദ്യാഭ്യാസം കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം സൂചന ഉണ്ടായിരുന്ന ഒരു പക്ഷെ നമുക്ക് പറ്റുമായിരുന്നു. പക്ഷെ ഏട്ടനില്ലാത്ത ഈ അസാന്നിധ്യത്തിൽ അവർ കാണിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്, ഉപകാരം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ലോണം സഹകരിച്ചുകൊണ്ടിരുന്ന സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സ് ഒരു മരണശേഷം ഡിസ്റ്റൻസ് ഇട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് അന്ന് അതിപ്പോ സുധിച്ചേട്ടനോടല്ലേ സഹകരിക്കുന്നവര്. ഇപ്പൊ പറഞ്ഞല്ലോ സുധിച്ചേട്ടൻ ജീവനോടുള്ളപ്പം സുധിച്ചേട്ടനോട് സഹകരിച്ച ഫ്രണ്ട്സ് നമ്മളോടാകും. സുധിച്ചേട്ടനോട് സഹകരിച്ചായിരിക്കും, സുധിച്ചേട്ടനോട് സഹകരിക്കാൻ സുധിച്ചേട്ടൻ ഇല്ലല്ലോ. അന്ന് പറഞ്ഞ നമ്മളോട് ഇപ്പൊ അധികം സഹകരിക്കണമെന്നില്ലല്ലോ, അങ്ങനെയും വരാം. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സ് അല്ലേ, നമ്മളോട് സഹകരിക്കണമെന്നില്ലല്ലോ. അത്രേ ഉള്ളൂ ഇതിനുള്ള. ഒരു ആരുടെയെങ്കിലും ഒരു അതായത് ഇടപെടലിൽ ഒരു മാറ്റം തോന്നിയിട്ടുണ്ടോ സുധിച്ചേട്ടന്റെ മരണത്തിന് മുൻപും പിൻപും? അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. ഇല്ല. അധികം കിച്ചുവിന് എന്താ തോന്നിയിട്ടുള്ളത്? അച്ഛന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ മരണത്തിന് മുമ്പ് ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു മാറ്റം ഫീൽ ചെയ്തു? എല്ലാവർക്കും നമ്മളെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, എല്ലാവർക്കും അവരുടെ ആവശ്യം ഉണ്ടല്ലോ. അതിന് ആ ഒരു നിൽക്കേണ്ട സമയത്ത് അവരെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ, ആ മരിച്ച സമയം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് നിന്ന സമയമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനൊക്കെ അവർക്കൊക്കെ ഒരുപാട് നന്ദി, അവരവരുടെ കടമ ചെയ്തു. ഈ പറയുന്ന പോലെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ളതാണ് മക്കളുടെ വിദ്യാഭ്യാസം പോലെ തന്നെ അവരുടെ ഭാവി കാര്യങ്ങൾ, അതായത് കല്യാണം, അവര് പിന്നെ ഭാവിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. കിച്ചുവിന്റെ കാര്യത്തില് എങ്ങനെയാ ചേച്ചിക്ക്? അതായത് ശരിയാണ് 20 വയസ്സായിട്ടുള്ളൂ, പക്ഷെ എന്നാലും എന്താ ചേച്ചിയുടെ ഒരു ആഗ്രഹം? കിച്ചുവിന്റെ കിച്ചുവിന്റെ ഇഷ്ടം അതാണ്. കിച്ചുവിന്റെ അച്ഛനുള്ളപ്പോഴും കിച്ചുവിന്റെ അച്ഛനെ ഞങ്ങളെ സംസാരിക്കാൻ പറയാം. അവന്റെ ഇഷ്ടമാണ് കല്യാണം ആണേലും എന്തായാലും അവന്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യട്ടെ. എല്ലാ സപ്പോർട്ടും അമ്മ എന്ന നിലയിൽ ഞാനുണ്ട്, എല്ലാ സപ്പോർട്ടും. പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടി, എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചേച്ചി? ഹാപ്പി ആയിട്ട് നിലവിളക്ക് കത്തിച്ചു കൊടുത്ത്, ഞാനല്ലേ അമ്മ, നിലവിളക്ക് കത്തിച്ചു കൊടുത്ത് കുട്ടീനെ സ്വീകരിക്കും കിച്ചുവിനെയും. അതാണ്
എന്ത് അത് വേണം 100%. കിച്ചു ഹാപ്പി ആയോ? പിന്നെ. കേട്ടപ്പോ ഹാപ്പി ആയോ? ആരെയും കണ്ടുവെച്ചോ? ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? അവര് വെച്ചാലും ഞങ്ങള് ഹാപ്പിയാണ്. അവന്റെ തീരുമാനത്തിന് ഞങ്ങൾ ഒരു എന്താ പറയാ ഒരു എതിർ അഭിപ്രായവും ഞങ്ങൾ പറയാറില്ല. അതായത് റിവീൽ ചെയ്യാറായിട്ടില്ല, അങ്ങനെയാണോ? ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ല ഇതുവരെ. ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ഇങ്ങനെ സർപ്രൈസ്. അതായത് ഇല്ല, അതിലുണ്ട്, ഉണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടി, അത് പറയില്ല എന്നുള്ളതാണ് അല്ലേ? ഉണ്ടില്ല. കിച്ചു എല്ലാവരും സീക്രട്ട് കാര്യങ്ങളൊക്കെ അവൻ അങ്ങനെ വെക്കത്തുള്ളൂ. അതൊരു നല്ല സ്വഭാവമാണ്. കാരണം സീക്രട്ട് ഒളിച്ചു വെക്കേണ്ട കാര്യം നമുക്കൊന്നും പലപ്പോഴും പറ്റും. എനിക്ക് എന്നെ സംബന്ധിച്ച് പറ്റില്ല, അറിയാതെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു പോകും. അത് പക്ഷെ അത് നമുക്ക് വിനയായിട്ടേ വരത്തുള്ളൂ. കിച്ചുവിനെ സംബന്ധിച്ച് കറക്റ്റ് അല്ലേ? നീ എന്താ പറഞ്ഞത്? അപ്പുറത്താണ്. ഓക്കെ, അവനത് വേറെ ആന്ന് പറഞ്ഞു. ഓക്കെ, കിച്ചുവിനെ സംബന്ധിച്ച് സീക്രട്ട് കീപ്പ് ചെയ്യേണ്ടടുത്ത് അവൻ മൈൻഡിൽ കീപ്പ് ചെയ്യും. അത് അവന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്.